എല്ലാവർക്കും നമസ്തേ. ഇന്നലെ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ജനം ടി വിയിൽ ഒരു ചർച്ച നടന്നിരുന്നു. ചർച്ചയുടെ വിഷയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ചവരെ രക്ഷിക്കാൻ ഇടത് വലത് മുന്നണികൾ, അതായത് കോൺഗ്രസ്, CPM നേതൃത്വം നൽകുന്ന മുന്നണികൾ ഒത്തുകളിക്കുകയാണോ? ഗൂഢാലോചന നടത്തിയ CPMൻ്റെ ഉന്നത നേതാക്കളെ രക്ഷിക്കാനുള്ള ശ്രമമാണോ? അക്രമത്തിനിരയായ ഉദ്യോഗസ്ഥർക്ക് നീതി ലഭിക്കുമോ എന്നൊക്കെയായിരുന്നു ആ ചർച്ചയുടെ വിഷയം. ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് BJPയുടെ യുവനേതാവ് S. നന്ദു, കോൺഗ്രസിൻ്റെ യുവനേതാവ് ബേസിൽ പാറേക്കുടി, ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ നേതാവ് ജലീൽ പുനലൂര്, റിട്ടയേർഡ് SP ജോർജ് ജോസഫ് എന്നിവരായിരുന്നു. ചർച്ചയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോടതിയിൽ പ്രതിക്ക് അനുകൂലമായി നിലപാടെടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയുടെ പങ്ക്, അവരുടെ പശ്ചാത്തലം എല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നടന്നത്. ജോർജ് ജോസഫ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഇതിനകത്തിൽ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന തരത്തിൽ തന്നെ, അതായത് ഈ അക്രമികളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ അവിഹിതമായി സംഭവിക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹവും സംസാരിച്ചത്. ഇതിനെ തുടർന്ന് BJP നേതാവ് നന്ദുവും പല കാര്യങ്ങളും പരാമർശിക്കുകയുണ്ടായി. അതിന് ഈ കോൺഗ്രസ് നേതാവ് ബേസിൽ പാറേക്കുടി പ്രകോപനത്തോടുകൂടി നടത്തിയ ആ പരാമർശത്തിൽ ചില വാക്കുകൾ വളരെ സഭ്യമല്ലാത്ത രീതിയിൽ ഒരു മൂന്നാംകിട ഗുണ്ടാ നേതാവ് സംസാരിക്കുന്ന തരത്തിൽ ബേസിൽ പാറേക്കുടി പറഞ്ഞ വാക്കുകൾ ചിലത് നിങ്ങൾ കേൾക്കുക. ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുടെ നട്ടൽ അളക്കാനൊന്നും നീ ആയിട്ടില്ലെന്നു, നിന്റെ പാർട്ടിയുമായിട്ടില്ല. അപ്പൊ രാഷ്ട്രീയം നോക്കാതെ, ഒരു ചിന്തകൾക്കും ഇട കൊടുക്കാതെ, ഒരു രാഷ്ട്രീയവും നോക്കാതെ ഉറച്ച നിലപാടെടുക്കുന്നയാളാണ് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ നട്ടലിന്റെ വലുപ്പമൊന്നും അദ്ദേഹത്തിന്റെ നട്ടലിന്റെ കാര്യമൊന്നും അളക്കാൻ നീ ആയിട്ടില്ലെന്നു. അതുകൊണ്ട് ആ വർത്താനൊന്നും വേണ്ട. ഇതിന് മറുപടി നൽകുന്നുണ്ട് BJP നേതാവ് S. നന്ദു. അതിപ്രകാരമാണ്. അതിലെ ചില പരാമർശങ്ങൾ, അദ്ദേഹം പറഞ്ഞ മറുപടിയിലെ ചില കാര്യങ്ങളും നിങ്ങൾ കേൾക്കുക. ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്ന കേസിൽ ആ ആക്രമണം നടക്കുമ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജീവ് അവിടെ ഉണ്ട്. ആ സഞ്ജീവിനെ ഇതുവരെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? നിങ്ങൾ എൻ്റെ നട്ടലിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ നീ അളക്കാറായിട്ടില്ലെന്ന് നിങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ തിരിച്ച് അതേ ഭാഷയിൽ മറുപടി പറയാത്തത്, നിങ്ങൾ പഠിച്ച സ്കൂളിൽ നല്ല ഞാൻ സംസ്കാരം പഠിച്ചത്. ആ വ്യത്യാസം ഞാനും നിങ്ങളും തമ്മിലുണ്ട്. കാരണം ആരുടെ മുകളിൽ കുതിര കയറാനും ഏത് നിലപാടിലേക്ക് തഴന്താഴ്ന്നു പോകാനും കോൺഗ്രസ്സുകാരന് സാധിക്കും പോലെ എന്നെ പോലെ ഒരാൾക്ക് സാധിക്കില്ല. കാരണം ഞങ്ങളൊക്കെ നല്ല പൈതൃകത്തിൽ ജനിച്ചു വളർന്നു വന്നവരാണ്, നല്ല ജനറ്റിക് ക്വാളിറ്റി ഉള്ളവരാണ്. ആ ക്വാളിറ്റി ഇല്ലാത്തവർക്ക് എന്തും പറയാം. അങ്ങനെ ആ നിലയ്ക്ക് ഞാൻ പറയില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാടുണ്ട്, എൻ്റെ സംഘടന എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കും. ഇതൊക്കെ കേട്ടിട്ട് ഈ രണ്ടുപേരുടെയും ഈ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും നന്ദു പറഞ്ഞത് സത്യമായ കാര്യം തന്നെയാണ്. അദ്ദേഹം ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. താൻ ഉൾപ്പെടെയുള്ള തൻ്റെ പൈതൃകത്തിൻ്റെ മഹത്വവും തനിക്ക് തൻ്റെ സംഘടനയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു അച്ചടക്കത്തിനെ കുറിച്ചുള്ള ആ ഒരു ഇതും പെരുമാറാനുള്ള ആ ഒരു പരിശീലനവും കാരണം ബേസിലിനെ പോലെ തരം താണ് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ബേസിലിൻ്റെ സംസാരത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ നിലവാരം തന്നെയാണ് ബേസിൽ പാറേക്കുടിയുടെ വാക്കുകളിലൂടെ നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മുൻപ് കരുണാകരനാകട്ടെ, AK ആൻ്റണി ആകട്ടെ, ഉമ്മൻചാണ്ടി ആകട്ടെ, ഇവരൊക്കെ കോൺഗ്രസിൻ്റെ ഭരണനേതൃത്വത്തിൽ എത്തിയിരുന്ന
കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയായ കാലഘട്ടം നമ്മൾക്കറിയാം. അവരൊക്കെ ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നിന്ന് ഇത്തരം ഒരു സംസാരം, വാക്കുകൾ, ഇങ്ങനെയുള്ള വാക്കുകൾ പുറത്തു വരുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അവരാരുമല്ല ഭരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. വി.ഡി. സതീശൻ എന്ന നേതാവാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. പാർട്ടിയുടെ നിയന്ത്രണം അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നേരെ തിരിച്ചാണ്. അവസരവാദത്തിൻ്റെ രാജകുമാരൻ എന്നേ അദ്ദേഹത്തിനെ പറയാനൊക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ആ രീതിയിൽ നമ്മൾ കണ്ടതാണ്. ഈ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന, ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ച് ചർച്ച നടത്തിയ മുഖ്യമന്ത്രി ഹിന്ദു സമൂഹത്തിൽപ്പെട്ട നേതാക്കളെ കാണാൻ ഒരു രീതിയിലും തയ്യാറാകാത്തത് നമ്മൾ കാണുന്നതാണ്. ക്രിസ്ത്യൻ നേതാക്കളെയും മതപുരോഹിതരെയും കാണാൻ അദ്ദേഹം വളരെയേറെ താല്പര്യത്തോടുകൂടി അദ്ദേഹം അവരുടെ വീടുകളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞാണ്, മുഖ്യമന്ത്രിക്ക് ആകുന്നതിന് മുമ്പ് പറഞ്ഞാണ്, സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ ഞാൻ പോകില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ക്രിസ്ത്യൻ പുരോഹിതരുടെ വാസസ്ഥലങ്ങളിലേക്ക് അങ്ങോട്ട് ചെന്ന് കാണുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ തിണ്ണ നിരങ്ങാൻ പോകുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടുകൂടി ചില ഹിന്ദു സമുദായ നേതാക്കൾ കാണണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് അതിനനുവാദം നൽകാത്ത ആളാണ് മുഖ്യമന്ത്രി. അതിൽ നിന്ന് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്തെന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും നമ്മുടെ ഈ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നവരെയോ അല്ലെങ്കിൽ മതസൗഹാർദ്ദം, ഇവിടെ സൗഹാർദ്ദത്തോടുകൂടി എല്ലാവരും ജീവിക്കണം എന്ന് വിചാരിക്കുന്ന സമുദായ സംഘടനകളെയോ അതിൻ്റെ നേതാക്കളെയോ കാണാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. വർഗീയത, അതായത് ഭൂരിപക്ഷത്തിനെതിരായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ കാണാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നതെന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു അതിനേക്കാൾ ഉപരി സ്വന്തം പാർട്ടിയിലെ ഒരു MLA ഒരു ആവശ്യമുന്നയിച്ച് നിയമസഭയിൽ കുട്ടനാട്ട് മൂലം നാൾ വള്ളംകളിക്ക് പ്രാദേശിക അവധി നൽകണം എന്ന് പറഞ്ഞപ്പോൾ നിയമസഭയിൽ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു കാരണവശാലും അവധി കൊടുക്കുകയില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ P.K. കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകും അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കി തന്നതാണ്. അദ്ദേഹം പക്ക ചില അജണ്ടകളുടെ രാജകുമാരനാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു നേതാവ് ഭരണത്തിലിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ മറ്റ് നേതാക്കൾ എന്താണെന്ന് കാണിച്ചു തരുന്നതാണ് ഈ ബേസിൽ പാറേക്കുടി ഇന്നലെ ആ ജനം TV-യിലെ ചർച്ചയിലൂടെ നമ്മളുടെ മുന്നിൽ കാണിച്ചു തന്നത്. ഒരു മൂന്നാം കിട ഗുണ്ടയുടെ കൂട്ട് തന്നെയാണ്, ഗുണ്ടാ നേതാവിൻ്റെ കൂട്ട് തന്നെയാണ് ബേസിലിൻ്റെ ആ ശരീരഭാഷയാകട്ടെ, മുഖത്തെ ആ ഭാവമാകട്ടെ, സംസാര ശൈലിയാകട്ടെ എല്ലാം നമ്മൾക്ക് കാണിച്ചു തന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെത്ര ശാന്തമായാണ്, എത്ര മാന്യമായാണ് നമ്മുടെ BJP പ്രതിനിധി മറുപടി നൽകിയത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇന്ന് ഈ കോൺഗ്രസ് എന്താണെന്ന്, BJP എന്താണെന്ന്. ഈ രണ്ട് വ്യത്യാസം നമ്മൾക്ക് മനസ്സിലാകും. എന്തിനേറെ പറയുന്നു, ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു മുസ്ലിം മത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, ഇടതുപക്ഷത്തിൻ്റെ കൂടി ഒരു ഘടകകക്ഷി നേതാവാണ് ജലീൽ പുനലൂർ. അദ്ദേഹം പല കാര്യത്തിലും വിയോജിക്കുന്നുണ്ട്. ശക്തമായിട്ട് അദ്ദേഹം ഈ റെയ്ഡിനെ എതിർക്കുന്നുണ്ട്.
റെയ്ഡ് തെറ്റാണെന്നുള്ള തരത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അത് മോദിയുടെ ഗൂഢാലോചനയാണ് പിണറായിയുടെ വീട്ടിൽ ഈ റെയ്ഡ് നടത്തിയതെന്നും അതിനെ അങ്ങനെ നോക്കി നിൽക്കാൻ കഴിയുകയില്ല എന്നും പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതേ രീതിയിൽ ഈ ബേസിൽ പാറേക്കുടിയുടെ കൂട്ട് മോശമായിട്ടുള്ള ആ ഗുണ്ടയുടെ രീതിയിലുള്ള സംസാരം അദ്ദേഹത്തിൽ നിന്ന് വരാത്തതിൽ നിന്ന് തന്നെ ഈ ആളുകൾ, ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു മാറ്റം നമ്മൾ ശരിക്ക് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ഇതാണ് ഭാവിയിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സുഗതൻ്റെ നേരെ ഉണ്ടായ പോലീസ് അതിക്രമം തന്നെ. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും മുന്നിൽ വെച്ച് ആകാശത്തോട്ട് വെടിവെച്ച് ഭീതി പരത്തി അദ്ദേഹത്തെ കേസിൽ കുടുക്കാൻ ശ്രമിച്ച പോലീസിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നടപടിയിൽ നിന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തൊരു ക്ഷേത്രത്തിലെ അക്രമവുമായി ബന്ധപ്പെട്ടുള്ള കേസ്. ആ അക്രമം നടത്തിയത് CPMകാരായിട്ടുള്ള ഗുണ്ടകൾ. ആ അക്രമം നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവിടെ എത്തിയ ആളാണ് D. സുഗതൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ്. ഈ അക്രമികൾക്കെതിരെ കേസെടുക്കാതെ ഇതറിഞ്ഞ് അവിടെ എത്തിയ സുഗതനെതിരെയാണ് അന്നത്തെ പിണറായി പോലീസ്, അന്ന് CPMൻ്റെ ഭരണമായിരുന്നു, അവരതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അന്നത്തെ ഈ CPMൻ്റെ ഗുണ്ടയെ പോലെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് അയാളാണ് സുഗതൻ്റെ വീട്ടിൽ പോയി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് സുഗതനെ അറസ്റ്റ് ചെയ്തത്. ഇതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് ഈ കോൺഗ്രസ് നേതാക്കളായ VD സതീശനും രമേശ് ചെന്നിത്തലയും. അവരിൽ നിന്ന് എന്ത് നീതി ലഭിക്കും? അവർ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ലാതെ അവർ പ്രവർത്തിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയ സംഭവമായിരുന്നു അത്. എന്തുകൊണ്ട് ഈ സുഗതനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ വ്യഗ്രത, അന്ന് ക്ഷേത്രത്തിൽ അക്രമം നടത്തിയ ആ CPM ഗുണ്ടകൾക്കെതിരെ കേസെടുക്കാൻ പോലും ഈ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തയ്യാറായില്ല എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കുക. അതിനർത്ഥം CPMുമായി ചേർന്നുള്ള കളി തന്നെയാണ് VD സതീശൻ നടത്തുന്നത്. അതിൻ്റെ തെളിവ് തന്നെയാണ് ED ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള അരങ്ങേറിയ അക്രമം. അവരെ വധിക്കാൻ ശ്രമിച്ചു, വനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ചിട്ട് അതിന് നേതൃത്വം കൊടുത്ത CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതിന് ആഹ്വാനം ചെയ്തത് ആരാണ്? നമ്മുടെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. അത് നടപ്പാക്കാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും അതിന് നേതൃത്വം നൽകിയതും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മന്ത്രിമാരായ V. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, നിലവിലെ MLAയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ ജോയി, MP മാരായ A. റഹീം ഉൾപ്പെടെയുള്ളവരാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത്. അവരുടെ എല്ലാം സാന്നിധ്യത്തിലായിരുന്നു അവിടെ ആൾ തടിച്ചു കൂടിയതും പിരിഞ്ഞു പോകാൻ തുടങ്ങിയ ഈ DYFI SFI നേതാക്കൾ പെട്ടെന്ന് വന്ന് അക്രമം നടത്തിയത്, ഇവരെ വധിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് ഈ നേതാക്കളെ ഒഴിവാക്കി കേവലം 10-25 പ്രവർത്തകരെ മാത്രം, അക്രമത്തിൽ പങ്കാളികളായവരെ മാത്രം, അതിന് ഗൂഢാലോചന നടത്തിയവരെയും അതിന് നേതൃത്വം നൽകിയവരുടെയും പേരിൽ കേസെടുക്കാൻ VD സതീശൻ്റെ പോലീസ്, അല്ലെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് തയ്യാറായിട്ടില്ല. അത് തന്നെയുമല്ല, അക്രമം നടന്ന സമയത്ത് എന്താണ് സംഭവിച്ച? പോലീസ് നോക്കി നിന്നു. കാരണം പിണറായി നിയോഗിച്ച പോലീസ് തന്നെയാണ് ഇപ്പോഴും ആ സ്ഥാനങ്ങളെല്ലാം ഇരിക്കുന്നത്. പിണറായി രാഷ്ട്രീയം നോക്കി CPMന് വിടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഇതേപോലുള്ള സ്ഥാനങ്ങൾ നിയോഗിച്ചിരിക്കുന്നത്. പാർട്ടി ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെയാണ് പല സ്ഥാനങ്ങളിൽ ഇതുപോലുള്ള തന്ത്രപ്രധാന
മായിട്ടുള്ള സ്ഥാനങ്ങൾ നിയോഗിച്ചിരിക്കുന്നത്. അവർ CPM അനുകൂലമായിട്ടുള്ള നടപടികളെ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് CPMകാർ നടത്തിയ അക്രമം തടയാൻ അവർ ശ്രമിച്ചില്ല. അത് തന്നെയുമല്ല, അക്രമം നടത്തിയവരെ ഇവർ പരാതി കൊടുത്തു. ED ഉദ്യോഗസ്ഥർ തങ്ങളുടെ കൃത്യനിർവഹണത്തിനെത്തിയ തങ്ങളെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ചതിനെതിരെ പരാതി കൊടുത്തപ്പോൾ ആ പ്രതികളെ പിടിക്കാൻ പോലും പോലീസ് തയ്യാറാകാതിരുന്ന സംഭവം നമ്മൾ കണ്ടതാണ്. അക്രമം നടത്തിയതിന് ശേഷം നേതാക്കളുടെ എല്ലാം സംരക്ഷണയിൽ ഇവരെ അവിടുത്തെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലാണെന്ന് തോന്നുന്നു അകത്ത് കയറ്റി സംരക്ഷിക്കുകയായിരുന്നു CPM നേതാക്കൾ ചെയ്തത്. അതിൻ്റെ ആ ഓഫീസിൽ കയറി ഈ അക്രമികളെ, ഈ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം എത്രയോ മണിക്കൂറുകളോളം അതിന് വെളിയിൽ കാത്തു നിന്ന് യാചിക്കുകയായിരുന്നു പോലീസ്. അവരെ ഞങ്ങൾക്ക് ഏൽപ്പിക്കൂ, വിട്ടുതരൂ എന്ന്. പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം ഈ പോലീസ് അവിടെ നിന്ന് പോകുന്നില്ല. ഈ നേതാക്കൾക്കും ഈ അക്രമികളായിട്ടുള്ള ഈ ഗുണ്ടകൾക്കും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റുകയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഇവർ കുറച്ച് പേരെ കൊണ്ട് പോലീസിന് കൊടുത്തു. എന്നാ ഇതാണ് പ്രതികൾ എന്ന് പറഞ്ഞ് പോലീസിന് കൊടുത്തു. അവരെ പിടിച്ചു. പിന്നെ കുറച്ച് മൊത്തത്തിൽ 10-25 പേരുടെ പേരിലെങ്ങാണ്ട് കേസ് എടുത്തതല്ലാതെ ഇപ്പോൾ പിടിക്കപ്പെട്ടവരല്ലാതെ മറ്റ് പ്രതികളെ ആരെ ഇവർ തൊടുക പോലും ചെയ്തിട്ടില്ല. അവരെ പിടിക്കാൻ തയ്യാറായിട്ടുമില്ല. ഇവരിൽ കേസ് ഒതുക്കി തീർക്കാനാണ് പോലീസും ഈ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിനെതിരെ അവരെ സംരക്ഷിക്കാൻ കൂട്ടുനിന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ, ഗവൺമെൻറ് പ്ലീഡർ ഗീനാകുമാരി, സാധാരണ ഒരു സർക്കാർ അധികാരത്തിലേറിയാൽ മുൻ സർക്കാർ അവരുടെ രാഷ്ട്രീയ പ്രേരിതമായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ മാറ്റുന്ന പതിവാണ് കേരളത്തിൽ നടന്നു വന്നിരുന്നത്. എന്നാൽ ഈ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഇത്തരം തികച്ചും രാഷ്ട്രീയക്കാരായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥരെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ നിയോഗിച്ചിട്ടുള്ളവരെ മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ, അവരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യാപേക്ഷ കോടതിയിലെത്തിയപ്പോൾ CPMന് വേണ്ടി മാത്രമേ നിലപാട് സ്വീകരിക്കൂ എന്ന് വ്യക്തമായി അറിയാവുന്ന ഗീനാകുമാരി, കാരണം അവർ SFI നേതാവായിരുന്നു, CPMൻ്റെ ഈ ഗുണ്ടകൾക്ക് വേണ്ടി മുൻപ് ഉള്ള കേസുകളിൽ അവർക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ എന്ന് ഗവൺമെൻറ്റിന് അറിയാമായിട്ട് കൂടി ഈ കേസ് കോടതിയിൽ വരുന്നതിന് മുമ്പ് അവരെ മാറ്റാൻ VD സതീശൻ തയ്യാറായില്ല എന്നുള്ളതിൽ നിന്നും നമ്മൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് VD സതീശൻ്റെ ഭരണത്തിൽ കേരളത്തിൽ ഇനിയും മുന്നോട്ട് പോകുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജനങ്ങൾക്ക് നീതി ലഭിക്കുകയില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. CPMും കോൺഗ്രസും ഒരുമിച്ച് ഇത്തരം ഗുണ്ട പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഇതിൽ നിന്നും നമ്മൾക്ക് വ്യക്തമാകുന്നു. കാരണം നമ്മൾക്ക് കുറ്റം പറയാനൊക്കത്തില്ലല്ലോ. ഇവരെല്ലാം അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളാണ്, അവരൊരുമിച്ച് നിൽക്കുന്നവരാണ്. കേരളത്തിൽ ഈ 2 കൂട്ടരും മാറിയും തിരിഞ്ഞ് അവർക്ക് മാത്രം ഇന്ത്യ സഖ്യത്തിന് മാത്രമേ അധികാരം ലഭിക്കാവൂ എന്നുള്ളത് കൊണ്ട് അവർ ഇങ്ങനെ പരസ്പരം പോരടിക്കുന്നു, മത്സരിക്കുന്നു. ഇപ്പോൾ UDF വന്നാൽ അടുത്ത പ്രാവശ്യം LDF അങ്ങനെ മാറി മാറി ഭരിക്കുന്നു. അല്ലാതെ ഇവർ ഒരുമിച്ച് നിന്ന് മത്സരിക്കാൻ ഇവർ തയ്യാറാകുകയില്ല. എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവർക്കെതിരെ വോട്ട് ചെയ്യും എന്നുള്ളൊരു ഭയം ഇവർക്കുള്ളതുകൊണ്ട് കേരളത്തിൽ ഇവർ ഒരുമിച്ച് മത്സരിക്കാതെ പരസ്പരം മത്സരിച്ച് അധികാരം കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഇവരെല്ലാം ഒരേ രീതിയിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഇതിനു മുമ്പ് പിണറായി വിജയൻ എന്തൊക്കെയായിരുന്നോ കേരളത്തിൽ നടത്തിയിരുന്നത് അതിൻ്റെ തുടർച്ച മാത്രമായിരിക്കും VD സതീശനും കേരളത്തിൽ നടപ്പാക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ജനങ്ങൾക്കുണ്ടാകേണ്ടതില്ല. സാധാരണക്കാരായ വോട്ടർമാർ
ഈ വി ഡി സതീശൻ്റെ ആ ചിരിയിലും ആ സംസാരത്തിലും മയങ്ങി വോട്ട് ചെയ്തവർ ഇനിയും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.